2026 ഹജ്ജ് വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് വ്യോമയാന മന്ത്രാലയം. പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമെ ഈ വർഷം 20 ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 1,22,518 പേരാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് സർവീസുകൾ ഏപ്രിൽ 18-ന് ആരംഭിച്ച മടക്ക സർവീസുകൾ ജൂൺ 30-ന് സമാപിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത്. കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളടക്കം ഇന്ത്യയിലെ 18 വിമാനത്താവളങ്ങളിൽ നിന്നാണ് 2026 ഹജ്ജ് സർവീസുകൾ ഉണ്ടാവുക. ഷോർട്ട് ഹജ്ജ് സർവീസ് കേരളത്തിലെ കൊച്ചി അടക്കം 7 വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസ് നടത്തും. ഈ മാസം 25-നുള്ളിൽ ടെൻഡർ നൽകണം. ടെൻഡർ ഏറ്റെടുക്കുന്ന വിമാന കമ്പനികൾ ഓരോ തീർത്ഥാടകനും 20 കിലോ വീതമുള്ള 2 ബാഗേജുകളും 7 കിലോയുടെ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാൻ അനുവദിക്കണം. സംസം തീർത്ഥജലം നേരിട്ട് എത്തിക്കുകയും വേണം. 2 ഘട്ടങ്ങളിലായാണ് ഹജ്ജ് സർവീസുകൾ ക്രമീകരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ട സർവീസുകൾ ഏപ്രിൽ 18-ന് ആരംഭിക്കും. ഈ സർവീസുകൾ മദീനയിലേക്കായിരിക്കും പുറപ്പെടുക. മെയ് 4-ന് ആദ്യഘട്ടം അവസാനിക്കും. ഇവരുടെ മടക്ക സർവീസുകൾ ജിദ്ദയിൽ നിന്നായിരിക്കും. ജൂൺ 2-ന് ആരംഭിച്ച് 19-ന് സമാപിക്കുന്ന രീതിയിലേക്ക് സർവീസുകൾ ക്രമീകരിക്കാനാണ് ടെൻഡറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 52,968 തീർത്ഥാടകർ പുറപ്പെടും. രണ്ടാം ഘട്ട സർവീസുകൾ മെയ് 5 മുതൽ 19 വരെയാണ് നടക്കുക. കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്നും മെയ് 5 മുതലായിരിക്കും സർവീസ്. ഈ വിമാനങ്ങൾ നേരിട്ട് ജിദ്ദയിലേക്ക് പുറപ്പെടും. ഇവയുടെ മടക്ക സർവീസുകൾ ജൂൺ 11 മുതൽ മദീനയിൽ നിന്നായിരിക്കും. അവസാന ഹജ്ജ് വിമാനം ജൂൺ 30-ന് ഇന്ത്യയിലെത്തും. രണ്ടാം ഘട്ടത്തിൽ 58,712 തീർത്ഥാടകരാണ് പുറപ്പെടുക. ഷോർട്ട് ഹജ്ജ് സർവീസുകൾ മെയ് 17 മുതൽ 20 വരെയാണ് ക്രമീകരിക്കുക. ഇവരുടെ യാത്രയും ജിദ്ദയിലേക്കായിരിക്കും. മടക്ക സർവീസുകൾ ജൂൺ 5-ന് ആരംഭിച്ച് 8-ന് സമാപിക്കും. 10,838 പേർക്കാണ് ഷോർട്ട് ഹജ്ജ് സർവീസ് ഒരുക്കുക. കൊച്ചിയിൽ നിന്ന് 979 തീർത്ഥാടകരാണ് ഷോർട്ട് ഹജ്ജിൽ ഉൾപ്പെട്ടത്. M5 ന്യൂസ്, മലപ്പുറം.